നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ക്യാബേജ് ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള ടിപ്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാൻ ക്യാബേജിനെ നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ക്യാബേജിന് നമുക്ക് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിന് വെള്ളം ഒന്ന് വാരാൻ വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് വെള്ളം വാരാൻ വയ്ക്കാം. ഇവിടെ ഞാൻ പാന് മീഡിയം ആക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ടിട്ട് ഉഴുന്നും പരിപ്പിനൊന്ന് ചുവന്നനെ വറുത്തെടുക്കാം. അപ്പോൾ ഉഴുന്നും പരിപ്പ് ചുവന്നനെ ആവുമ്പോൾ ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി കരിവേപ്പില, 1/2 കപ്പ് ഫ്രഷായിട്ട് തുരുവിയ തേങ്ങ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഇവിടെ ഞാൻ തേങ്ങേനെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും തേങ്ങയുടെ കളർ ചുവപ്പിക്കരുത്. തേങ്ങാപ്പാൽ വറ്റുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആവും തേങ്ങാപ്പാലൊന്ന് വറ്റി വരാൻ. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജിനെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേ വേണം ക്യാബേജിനെ വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിൽ വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ച് വേവിക്കരുത്. നമ്മൾ ഇളക്കിക്കൊണ്ടേ ക്യാബേജിനെ വേവിച്ചെടുക്കണം. ക്യാബേജിൻ്റെ കളറും ഒട്ടും ചുവക്കരുത്. ലൈറ്റ് ചുവപ്പ് പോലും വരാതെ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ക്യാബേജിനെ വേവിച്ചെടുക്കാൻ. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഫ്ലെയിം വന്നിട്ട് ലോയും മീഡിയമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ട് ക്യാബേജ് വേവുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 10 മിനിറ്റായി വരുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നന്നായി ടേസ്റ്റി ആയിട്ട് സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പം ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ക്യാബേജിന് നന്നായിട്ട് പൊടിയായിട്ട് അരിയണം. 2-3 പ്രാവശ്യം ക്യാബേജ് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിൽ ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് ഇട്ട് വെക്കണം. പിന്നെ പച്ചമുളക് ഉപയോഗിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. മുളക് പൊടിയോ തരിമുളകോ വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരുന്നാൽ ക്യാബേജ് ഉപ്പേരി കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും. പക്ഷേ ചിലർക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ കുക്കിംഗ് ഓയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ തേങ്ങേനെ അതിൻ്റെ തേങ്ങാപ്പാൽ വറ്റുന്നവരെ മാത്രം അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ക്യാബേജ് വെള്ളം ഒഴിക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ക്യാബേജിനെ വേവിച്ചെടുക്കണം. പിന്നെ അടച്ച് വെച്ചിട്ടും വേവിക്കരുത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ ക്യാബേജ് വെന്ത് വരും. എന്തെന്ന് വെച്ചാൽ നമ്മളോട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാബേജിൻ്റെ കളറും ഒട്ടും ചുവന്ന കളർ വരരുത്. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാബേജ് ഉപ്പേരി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.